വിത്ത് നോ ഡിസ്റെസ്പെക്ട് ടു എനിബഡി UDF ആണ് വരുന്നത് എങ്കിൽ ഞാൻ കാണുന്ന മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി VD സതീശനും. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാരാണ്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ മിതത്വമുള്ള, കുറച്ചുകൂടെ ഇരുത്തം വന്ന ഒരു ട്രഡീഷണൽ കോൺഗ്രസ് ലൈനിലുള്ള ഒരാളാണ്. രണ്ടാൾക്കാരും അപ്രോച്ചബിളാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. രണ്ടാൾക്കാരും അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ച ബോധ്യമുള്ള ആൾക്കാരാണ്. രണ്ടാൾക്കാരും ഒരുപക്ഷെ ഇന്നത്തെ പല രാഷ്ട്രീയക്കാർക്കും കാണാത്ത ഒരു വലിയ ഗുണമുണ്ട്, നന്നായി വായിക്കും. അദ്ദേഹത്തിൻ്റെ MLA ക്വാർട്ടേഴ്സിൽ ഞാൻ ശ്രീ VD സതീശനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ലൈബ്രറി ഞാൻ കണ്ടിട്ടുണ്ട്, ഗംഭീരമാണ്. തന്നെയല്ല, സഭയിലെ പഴയ ഡിബേറ്റുകളുടെ റെക്കോർഡുകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് ഫോളോ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് പബ്ലിഷിംഗ് ഫേമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന ആ ലെവലിലാണ്. അപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ സതീശനൊക്കെ കഴിഞ്ഞ ഒരു വർഷം വായിച്ച് തീർത്ത പുസ്തകങ്ങളെ പറ്റിയൊക്കെ ലിസ്റ്റൊക്കെ ഇടുന്നത് കണ്ടു. അപ്പോൾ വളരെ ജെനുവിനായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. അത് ഇവരുടെ ഒരു ചിന്തയൊക്കെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റീസ് അവർക്കുണ്ട്. ഇപ്പം സപ്പോസ് UDF ആണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ ഇത് രണ്ടുപേരും കേപ്പബിളാണെന്ന് അവർ തെളിയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരാളിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചീഫ് മിനിസ്റ്റർഷിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വിത്ത് നോ ഡിസ്റെസ്പെക്ട് ടു എനിബഡി UDF ആണ് വരുന്നത് എങ്കിൽ ഞാൻ കാണുന്ന മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി VD സതീശനും.